ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹൗ ടു പിക്ക് ദ റൈറ്റ് അണ്ടർ ഐ ജെൽ ടു ടാക്കിൾ ഡാർക്ക് സർക്കിൾ ആൻഡ് പഫീനെസ്. അപ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക്നെസ്സും അല്ലെങ്കിൽ പഫീനെസ് എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള അണ്ടർ ഐ ജെല്ല് നമുക്ക് അതിനായിട്ട് ചൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഡാർക്ക് സർക്കിൾ എന്ന് പറയുന്നതും അണ്ടർ ഐ ഡാർക്ക്നെസ് എന്നൊക്കെ പറയുന്നതും അല്ലെങ്കിൽ പഫീനെസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഒരു അണ്ടർ ഐ ജെല്ല് ചൂസ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് അതിന് വേണ്ട ഗൈഡ് ലൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ നൈറ്റ് ടൈമിൽ അല്ലെങ്കിൽ മോർണിംഗ് ടൈമിലൊക്കെ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ നറിഷിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് ഹൈഡ്രേഷൻ കിട്ടും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല. അതായത് നമ്മുടെ കണ്ണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതോടൊപ്പം തന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ കൂടിയാണ്. അപ്പോൾ അവിടെ നമ്മൾ അവിടുത്തെ ആ ഒരു സ്കിന്ന് പ്രോപ്പർ വേയിൽ നല്ല രീതിക്ക് യൂത്തായിട്ടും യങ്ങായിട്ടും അല്ലെങ്കിൽ ആ ഒരു ഫൈൻ ലൈൻസ് അല്ലെങ്കിൽ പിന്നെ പഫീനെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഐ ജെൽ അല്ലെങ്കിൽ ക്രീം യൂസ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഈ ജെൽ അല്ലെങ്കിൽ ക്രീമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള റൈറ്റ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതും വലിയൊരു വെല്ലുവിളിയാണല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഓരോ സ്കിൻ ടൈപ്പുകാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയേണ്ട കാര്യം, എപ്പോഴും നമ്മളൊരു അണ്ടർ ഐ ജെൽ ക്രീം ചൂസ് ചെയ്യുമ്പം നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഡാർക്ക് സർക്കിൾ, പഫീനെസ് ഒക്കെ പോയിട്ട് നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് സൂത്തൻ ചെയ്യാനും നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള അണ്ടർ ഐ ജെൽ ക്രീം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് ആൻ അണ്ടർ ഐ ജെൽ? എന്താണ് അണ്ടർ ഐ ജെൽ എന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണിന് ചുറ്റും നമ്മൾ നേരത്തെ പറഞ്ഞു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, ഭയങ്കര സെൻസിറ്റീവ് ആണ്. സോ നമ്മളെപ്പോഴും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൺസേൺ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക്നെസ് അല്ലെങ്കിൽ പഫീനെസ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് സൂത്തിങ് എഫക്റ്റും അതോടൊപ്പം തന്നെ ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഹെൽത്തി ആൻഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിർത്തുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ജെല്ലിനെയാണ് നമ്മൾ അണ്ടർ ഐ ജെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അണ്ടർ ഐ ജെല്ല് തിരഞ്ഞെടുക്കുമ്പം എപ്പോഴും കൂളിംഗ് എഫക്റ്റ് ഉള്ള അണ്ടർ ഐ ജെല്ല് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ സ്വെല്ലിങ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ റിഡ്യൂസ് ചെയ്യുന്നതായിരിക്കണം. സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ യാതൊരുവിധ ബ്രേക്ക്ഔട്ട്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒന്നും ഒക്കർ ചെയ്യാത്ത ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനും ഹൈഡ്രേറ്റഡ് ആൻഡ് പ്ലംപി ആക്കി നിർത്താൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ജെല്ലൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഐ ജെല്ല് തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് ചൂസ് ചെയ്യാൻ വേണ്ടി. ഓയിലി സ്കിന്നുകാർക്ക് അവരുടെ ചൂസ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നോർമൽ സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ അണ്ടർ ഐ ജെല്ല് ചൂസ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് പറയുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള, വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഹൈലറോണിക് ആൻഡ് വൈറ്റമിൻ സി, പിന്നെ പെപ്റ്റൈഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള അണ്ടർ ഐ ജെല്ല് തിരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ വൈറ്റമിൻ സി എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കിന്നിന്, അതായത് ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ മാറ്റിയിട്ട് ലൈറ്റൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഈവൻ ടോണൊക്കെ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മൾ അണ്ടർ ഐ ജെല്ല് തിരഞ്ഞെടുക്കുമ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ചൂസ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൽ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, അതായത് ആൻറ്റി ഓക്സിഡൻസ്, പിന്നെ വൈറ്റമിൻ സി, ഹൈലറോണിക് ആസിഡ്, പിന്നെ വന്നിട്ടുള്ളത് പെപ്റ്റൈഡ്സ്. ഇങ്ങനത്തെ തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ചൂസ് ചെയ്യുമ്പം, അതായത് ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഡീപ്പായിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ആ ഒരു ഏരിയയിൽ ഒട്ടും തന്നെ ഡ്രൈനെസ് ഒന്നും ഒക്കർ ചെയ്യാണ്ട് അതായത് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും. അതായത് ഹൈലറോണിക് ആസിഡിന് ഒരു കേപ്പബിലിറ്റി ഉണ്ട്, ഹൈഡ്രേഷൻ ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും അവിടെ പ്രോപ്പർ വേയിൽ ഹൈഡ്രേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആകും. അങ്ങനത്തെ ഡാമേജസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഡാമേജസ്, പൊല്യൂഷൻസ് ഒക്കെ കൊണ്ടുണ്ടാകുന്ന കുറേ അധികം എഫക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ്. ഇനി അടുത്തായിട്ട്
പറയുകയാണെങ്കിൽ ഇപ്പം കഫേനൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ കഫേൻ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമ്മുടെ ഏജിങ് പ്രോസസ്സൊക്കെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യും. നോർമലി പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് ചുറ്റുമൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് ആ ഒരു ഏജിങ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തറിയുന്നത്, അതായത് ചുളിവുകൾ പോലത്തുള്ള കാര്യങ്ങളൊക്കെ വരിക. കഫേ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള പഫിനെസ് റെഡ്യൂസ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ ബൂസ്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സ്ലോ ഡൗൺ ഫോട്ടോ ഏജിങ് പോലത്തുള്ള കാര്യങ്ങൾ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് ചുറ്റുമായിരിക്കും പെട്ടെന്ന് ഏജിങ് പോലത്തുള്ള കാര്യങ്ങൾ വിസിബിൾ ആകുന്നത്. അതായത് ഒരുപാട് ഏജൊന്നും ഇല്ലാത്ത ആൾക്കാർ പ്രോപ്പർ വേയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ കെയർ റുട്ടീനൊന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ മേ ബി ചിലപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മേ ബി എന്നൊക്കെ കുറേ വേർഡ്സ് വരുന്നുണ്ട് കേട്ടോ, സോറി കേട്ടോ, ആവശ്യമില്ലാത്തടത്ത് കുറേ വേർഡ്സൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ചിരിക്കുകയാണെങ്കിൽ ഇൻ കേസ് ഇപ്പോൾ ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഭയങ്കരമായിട്ട് ലൈൻസ്, അതായത് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും ഈ ഒരു കണ്ണിന് ചുറ്റുമാണ് പെട്ടെന്ന് നമ്മുടെ ഏജിങ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്തറിയിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഫൈൻ ലൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മളെ കഫേൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നുണ്ടല്ലോ, ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ പ്രോപ്പർ വേയിൽ ബ്ലഡ്സ് എല്ലാ രീതിക്കും എത്തുമ്പോൾ അവിടെ നല്ലൊരു രീതിക്ക് അതായത് ഏജിങ് പോലത്തുള്ള കാര്യങ്ങളും ഇങ്ങനത്തെ ലൈൻസ് വരുന്നതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈലറോണിക് ആസിഡ്. ഹൈലറോണിക് ആസിഡ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസേഷൻ ലോക്ക് ചെയ്ത് നിർത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് ഗ്ലോയിങ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അണ്ടർ ഐ ജെൽ ക്രീം യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയും കൂടെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഡെയിലി നിങ്ങൾ 2 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇനി അടുത്തതെന്ന് വെച്ചാൽ പെപ്റ്റൈഡ്സ്. പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് നമുക്ക് കോളജൻ പോലത്തുള്ള കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, കോളജൻ പ്രൊഡക്ഷനൊക്കെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു കോളജൻ എന്നൊക്കെ പറയുന്ന സംഭവം നമ്മുടെ സ്കിന്നിൽ നിന്ന് കുറയുമ്പോഴാണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വ്രിങ്കിൾസ്, സാഗിങ്, അതായത് ചുളിവുകളും ഈ സ്കിന്ന് ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെട്ടിട്ട് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയില്ലേ, അതൊക്കെ ഈ ഒരു കോളജിൻ്റെ അഭാവം കൊണ്ടിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കോളജിനൊക്കെ നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ പെപ്റ്റൈഡ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ഇലാസ്റ്റിസിറ്റി പോലത്തുള്ള കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ എപ്പോഴും യൂത്ത് ആൻഡ് യങ് ആയിട്ട് നിലനിർത്താനും. പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് അണ്ടർ ഐ ഏരിയ സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതായത് ഡാർക്ക്നെസ് ആയിക്കോട്ടെ പഫിനെസ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഈവൻ ടോൺ, അതായത് ബ്രൈറ്റ്നെസ് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ എൻവയോൺമെൻറ്റൽ ഡാമേജസിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അടുത്തത് ഗ്രീൻ ടീ എക്സ്ട്രാക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഏജിങ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്നല്ല ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉള്ളൂ, നിയാസിനമൈഡ് എന്ന് പറയുന്നത് ഒരു ലൈറ്റനിങ് കോമ്പോണൻ്റ് ആണ്. വൈറ്റമിൻ സി ഒക്കെ പോലെ ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനും പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ബാരിയറൊക്കെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റെഡ്നെസ് പോലത്തുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാം ഡൗൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ അധികം ബെനിഫിറ്റ്സ് നമുക്ക് നിയാസിനമൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറക്കേണ്ട ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, നിയാസിനമൈഡ്, വൈറ്റമിൻ സി, ഹൈലറോണിക് ആസിഡ്, പിന്നെ കഫീൻ പോലത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അണ്ടർ ഐ ജെൽ ക്രീം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ടത് ഓരോ സ്കിൻ ടൈപ്പുകാരും ഏതൊക്കെ വേണം ചൂസ് ചെയ്യാൻ, ഇൻഗ്രീഡിയൻസ് വൈസ് ഏതൊക്കെയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇപ്പം നോക്കാൻ പോകുന്നത്. അടുത്ത നമ്മൾ ഓയിലി സ്കിന്നുകാർ ഏതൊക്കെ തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് വേണം ചൂസ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കഫേനാണ്. സോ കഫേ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആ ഒരു പ്രോസസ്സിങ്, അതായത് ഏജിങ് പ്രോസസ്സിങ് ഒക്കെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എപ്പോഴും നമ്മളൊരു പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുമ്പം, അതായത് അണ്ടർ ഐ ജെൽ ക്രീം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വിച്ച് ഹസൈഡ് പോലത്തുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിയാസിനമൈഡ് നമുക്ക് നല്ലതാണ്. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നിയാസിനമൈഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഒക്കെ വർദ്ധിപ്പിക്കും, അതുകൊണ്ടും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഓയിലി സ്കിന്നുകാർ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒട്ടും ഗ്രീസി അല്ലെങ്കിൽ മെഴുമെഴുപ്പൊന്നും ഇല്ലാത്ത തരം പ്രൊഡക്ട്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ സ്കിന്നിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി. ഒരു കാരണവശാലും ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടുന്ന തരത്തിലുള്ള അണ്ടർ ഐ ജെല്ല് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കഫേനാണ്. ഇനിയിപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവരുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കും.
ഓയിലി സ്കിന്നുകാർക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ ഇവരുടെ സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ ആവശ്യത്തിനുള്ള പോലെ ഇല്ലാണ്ട് ഡ്രൈ ആയി പോകുന്ന സ്റ്റേജാണ്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കൂടുതൽ ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈലറോണിക് ആസിഡ് പോലത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹൈലറോണിക് ആസിഡ് എന്നൊക്കെ പറയുന്നത് നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാനും ഇലാസ്റ്റിസിറ്റി ആൻഡ് ഗ്ലോയിങ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഹൈഡ്രേഷൻ്റെ അല്ലെങ്കിൽ മോയ്സ്ചറൈസേഷൻ ലെവലൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് നിർത്താനുള്ള കേപ്പബിലിറ്റി ഒക്കെ ഹൈലറോണിക് ആസിഡിന് ഉണ്ട്. അപ്പോൾ ഹൈലറോണിക് ആസിഡ് എന്നുള്ള സംഭവങ്ങളൊക്കെ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർ. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ ചൂസ് ചെയ്യുമ്പം അതായത് അലോവേറ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ സ്കിന്നൊന്ന് കാം ഡൗൺ ആക്കുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് നിയാസിനമൈഡ് കുഴപ്പമില്ല, അലോവേറ പോലത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള പിന്നെ ഹൈലറോണിക് ആസിഡ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എപ്പോഴും വളരെ ജെൻറ്റിലായിട്ടുള്ള പ്രൊഡക്ട്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റ് സ്കിൻ ടൈപ്പുകാരുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പം നിങ്ങളുടെ സ്കിന്നിൽ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പല ഇൻഗ്രീഡിയൻസും ബേണിങ് അല്ലെങ്കിൽ ഇച്ചിങ് അല്ലെങ്കിൽ റെഡ്നെസ് ഇൻഫ്ലമേഷൻ പോലത്തുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യാൻ ഭയങ്കര ചാൻസസ് കൂടുതലാണ്. അപ്പം നിങ്ങൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം, എന്നാൽ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഫ്രാഗ്രൻസ് ഒന്നും ഇൻക്ലൂഡ് അല്ലാത്ത കെമിക്കൽസ് അല്ലെങ്കിൽ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ വേണ്ടി. ഇനി അടുത്തത് കോമ്പിനേഷൻ. അപ്പോൾ കോമ്പിനേഷൻ സ്കിന്നുകാർ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് നോൺ ഗ്രീസി ആയിട്ടുള്ള പ്രൊഡക്ട്സ് വേണം, പിന്നെ വളരെ ലൈറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നിയാസിനമൈഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി അൺഡ്രൈ ജെല്ല് തിരഞ്ഞെടുക്കുമ്പോൾ. കോമ്പിനേഷൻ സ്കിന്നുകാർ ചൂസ് ചെയ്യുമ്പം ഹെവി അല്ലാത്ത വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്കിന്നിന് ഓവറോൾ ഒരു ഹെൽത്ത് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റും നിയാസിനമൈഡ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ വേണം ഒരു റൈറ്റ് ആയിട്ടുള്ള അൺഡ്രൈ ജെല്ല് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതൊക്കെ സ്കിൻ ടൈപ്പുകാർ ഏതൊക്കെ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അൺഡ്രൈ ജെൽ ക്രീം നമ്മൾ ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ചിലത് നൈറ്റ് ടൈമിൽ മാത്രം അപ്ലൈ ചെയ്യേണ്ടതുണ്ട്, ചിലത് മോർണിംഗ് ആൻഡ് നൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ വൈസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. എപ്പോഴും നമ്മൾ കുറച്ച് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഒന്നല്ലെങ്കിൽ ക്രീം ബേസ് ആണെങ്കിൽ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ സർക്കുലർ മോഷനിൽ വളരെ ജെൻറ്റിലായിട്ട് വേണം മസാജ് ഓവർ ചെയ്യാൻ വേണ്ടി. ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ ഫുള്ളി അബ്സോർബ്ഡ് ആയെന്ന് ഉറപ്പ് വരുന്നിടം വരെ നമ്മളിങ്ങനെ ഈ വളരെ ജെൻറ്റിലായിട്ടുള്ള ഈ ഒരു മസാജിങ് കണ്ടിന്യൂ ചെയ്ത് പോകണം. അല്ലെങ്കിൽ ഒരു എളുപ്പവഴി എന്ന് വെച്ചാൽ ഇപ്പം ക്രീം ട്യൂബ് ബേസ് അല്ല, ചെറിയ എന്തെങ്കിലും നമുക്കറിയാമല്ലോ ഇപ്പം അങ്ങനത്തെ തരത്തിലുള്ള ആപ്ലിക്കേറ്ററൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള അൺഡ്രൈ ജെല്ലാണെങ്കിൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേറ്റർ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ മെല്ലെ മസാജ് ഓവർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് നല്ല അൺഡ്രൈ ജെൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വ്യൂ പ്രൊഡക്റ്റിൽ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ടാറ്റാ.